അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന 13-ാം ദിവസമായ ഇന്ന് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷാൽ ദിവസമായ ഇന്ന് രുക്മിണി സ്വയംവരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, കൃഷ്ണനെ കാണുവാൻ വേണ്ടി രുക്മിണി എത്തുകയും രുക്മിണിയോടൊപ്പം തോന്നുവാനും അതുപോലെ തന്നെ രുക്മിണിയെ സ്വീകരിച്ചുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ യജ്ഞശാലയിലേക്ക് ഘോഷയാത്രയായി എത്തിച്ചേർന്ന് അവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്ര പൂജകളും കാര്യങ്ങളും എല്ലാം തന്നെ നടന്ന് രുക്മിണി സ്വയംവരം എന്ന് പറയുന്ന മഹത്തായ ഒരു ചടങ്ങ് ആണ് ഇന്ന് സപ്താഹ പന്തലിൽ നടന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണം ഡോക്ടർ പള്ളിക്കൽ മണികണ്ഠൻ യജ്ഞാചാര്യൻ്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തു കഴിഞ്ഞു. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാനം, ഇന്ന് അന്നദാനത്തിൻ്റെ പ്രത്യേകത എന്നത് രുക്മിണി സ്വയംവരമായതുകൊണ്ട് തന്നെ കല്യാണ സദ്യ പോലെ മഹത്തായ സദ്യ കൂടിയാണ്. എല്ലാ വിഭവങ്ങളും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന മഹത്തായ സദ്യ ആണ് ഇന്ന് ക്ഷേത്രത്തിൽ അന്നദാനമായി നടക്കുന്നത്. ആ സദ്യയിൽ പങ്കെടുക്കുവാൻ, അന്നദാനത്തിൽ പങ്കുചേർന്ന് ഭഗവാന്റെ പ്രസാദം എന്ന നിലയിൽ അത് ഭക്ഷിക്കുവാൻ എല്ലാ ഭക്തജനങ്ങളും വിവിധ ദേശങ്ങളിൽ ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ക്ഷേത്രസന്നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അന്നദാനത്തെക്കാളും നമ്മൾ ഇത്തവണ ഇന്നത്തെ അന്നദാനത്തിന് പ്രതീക്ഷിക്കുന്നത് 10,000-ൽ പുറത്ത് ജനങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അന്നദാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് അന്നദാനത്തിന് ഈ സദ്യയിൽ കല്യാണ സദ്യയിൽ പങ്കെടുക്കുവാൻ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രസന്നിധിയിൽ ഒരുക്കി നൽകിയിട്ടുണ്ട്. മറ്റ് ഒരു വിശേഷാൽ പൂജ എന്ന് പറയുന്നത് കൊടിമര പ്രതിഷ്ഠാ സമർപ്പണത്തോടുകൂടി ഈ വർഷം മുതൽ ക്ഷേത്രത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഉത്സവബലി ക്ഷേത്രത്തിനുള്ളിൽ നടത്തുന്ന ഏറ്റവും പുണ്യവും ഏറ്റവും പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ബഹുക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്ന ഉത്സവബലി എന്ന് പറയുന്ന 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂജയാണ് ക്ഷേത്രത്തിനുള്ളിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത്. ഇന്നലെ ഇന്നുമായിരുന്നു ഉത്സവബലി ക്ഷേത്രത്തിൽ നടന്നത്. ഇന്നലെ അത് മഹാദേവനും ഇന്ന് മഹാവിഷ്ണുവിനും ആണ് ഈ ഉത്സവബലി എന്ന് പറയുന്ന ചടങ്ങ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. തുടർന്ന് വൈകിട്ട് ഈ നാട്ടിലെ വിമുക്ത ഭടന്മാരുടെ പ്രിയപ്പെട്ട സൈനിക സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഇപ്പോൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള പ്രിയപ്പെട്ട സൈനികരുടെ നേതൃത്വത്തിൽ നടത്തുന്ന സ്റ്റേജ് പ്രോഗ്രാം, ഒരു കൈകൊട്ടിക്കളി, അതുപോലെ തന്നെ നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരവും എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കലാപരിപാടിയും ഇന്ന് ക്ഷേത്രസന്നിധിയിൽ രാത്രി 9 മണിക്ക് നടത്തുന്നുണ്ട്. തുടർന്ന് വൈകിട്ട് സാധാരണ പോലെ തന്നെ ദീപാരാധനയും ആകാശദീപക്കാഴ്ചയും മറ്റ് വിശേഷാൽ പൂജകളും ശ്രീഭൂതബലി ഉൾപ്പെടെയുള്ള വിശേഷാൽ പൂജകളും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നതാണ്. 26-ാം തീയതിയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ മഹാഘോഷയാത്രയ്ക്ക് വേണ്ടിയുള്ള വളരെ ഭംഗിയായി നടത്തുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്ര ഉപദേശക സമിതിയും ഉത്സവ കമ്മിറ്റിയും തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഭഗവാനെ ദർശിച്ച് അനുഗ്രഹം വാങ്ങുവാനും ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷേത്ര ഉപദേശക സമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അന്നദാനം നേരത്തെ സമർപ്പിച്ചത് നന്ദകുമാർ നന്ദനം അഗസ്ത്യക്കോടാണ്. പിന്നെ രുക്മിണി സ്വയംവരം പ്രമാണിച്ച് ഇന്ന് 5 കൂട്ടം പച്ചടി, അവിയൽ, തോരൻ, കൂട്ടുകറി, മാങ്ങാച്ചാറ്, സാമ്പാർ, പുളിശ്ശേരി, പച്ചമോര്, അടപ്രഥമൻ, പിന്നെ പപ്പടം, ഇത് കണക്ക് കൂട്ടി ആവശ്യത്തിനുള്ള സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം പിന്നെ ആൾ വരുന്നതനുസരിച്ച് ആഹാരങ്ങൾ റെഡിയാക്കി ഇന്ന് 9 ചാക്കരി കിട്ടും. 10ാമത്തെ അതിനകത്ത് കിടക്കുന്നത്. ഇത്രയും തിരക്ക് രുക്മിണി സ്വയംവരത്തിന് പൊതുവെ തിരക്ക് കാണും. അതിൽ കൂടുതൽ തിരക്കുണ്ടെന്ന്. അമ്മയുടെ സ്ഥലം എവിടെയാണ്? ഏരൂര്. ആദ്യമായിട്ടാണോ ഇന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്? എല്ലാ ദിവസവും ഭഗവാന്റെ ഭക്ഷണം കഴിക്കാൻ എല്ലാ ദിവസവും കഴിക്കും. കൊടിമര പ്രതിഷ്ഠയ്ക്ക് വന്നായിരുന്നോ? ധ്വജ പ്രതിഷ്ഠയുടെ അത് കണ്ടില്ലായിരുന്നില്ലേ? പിന്നെ ദൈവത്തിന്റെ അന്നദാനമല്ലേ, ഒരു പിടി മേടിച്ച് കഴിക്കാനായിട്ട് വന്നതാ പയ്യെങ്കിലും.